ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം പാലോടാണ്. തിരുവനന്തപുരം പാലോട് ആണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഈ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല. തൊട്ട് പുറകെ ഒരു വലിയൊരു ക്രൗഡാണ്. ഭയങ്കരമായിട്ടുള്ള ആൾക്കാർ പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഭയങ്കരമായിട്ടുള്ള ശബ്ദങ്ങളും ഒക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് മാറി നിൽക്കുന്നത്. എല്ലാ പ്രാവശ്യത്തും പോലെ തന്നെ ഫെബ്രുവരി 7-ാം തീയതി മുതൽ 16-ാം തീയതി വരെ നിൽക്കുന്ന, അതായത് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മേള തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇന്ന് വർക്കിംഗ് ഡേ ആണെങ്കിൽ പോലും ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല, ഭയങ്കര തിരക്കാണ്. എല്ലാ പ്രാവശ്യത്തും പോലെ തന്നെ ഫെബ്രുവരി 7 മുതൽ 16 വരെയുള്ള ദിവസങ്ങൾ നമ്മുടെ പാലോടുകാർക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരംകാർക്ക് ഒരു ഉത്സവം തന്നെയാണ്. പാലോട് ഈ ദിവസം തന്നെയാണ് മെയിനായിട്ട് എല്ലാ പ്രാവശ്യവും വരുന്നത്, 7 മുതൽ 16 വരെ. അങ്ങനെ ഇപ്രാവശ്യവും തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഇപ്രാവശ്യത്തെ വിഷ്വൽസ് അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നിങ്ങളിനിപ്പോൾ കാണാൻ പോകുന്നത്. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, വെറുതെ പറയുന്നതാണ്. പേഴ്സ് നിറയെ പൈസയും കൊണ്ടുവന്നാൽ ഒത്തിരി വെറൈറ്റി സാധനങ്ങൾ വാങ്ങി നമ്മളൊരു വീടിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റും. കാരണം പർച്ചേസിങ്ങിനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഒരു ഫെസ്റ്റിവലാണിത്. കാർഷിക വിപണന മേളയാണ്. അപ്പോൾ അതുപോലുള്ള പ്രദർശനങ്ങളുണ്ട്, വാഹനങ്ങളുടെ പ്രദർശനമുണ്ട്, ഫർണിച്ചറുകളുണ്ട്. അങ്ങനെ ഫർണിച്ചറില്ല, ബാക്കിയുള്ള നമ്മൾ മേളയിൽ കാണുന്ന എല്ലാ മേള കാഴ്ചകളുമുണ്ട്. ഫുഡ് കോർട്ടുകളുണ്ട്. പിന്നെ അമ്യൂസ്മെൻറ്റ് പാർക്ക് വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ അതിൻ്റെ വീഡിയോസ് എല്ലാം നമ്മൾ ഷോർട്ടായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ അവിടെ കാളച്ചന്തയുണ്ട്. അതും നന്നായിട്ട് തുടങ്ങിയതല്ല, അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ സ്റ്റേജ് പരിപാടികൾ. അങ്ങനെ എന്തുകൊണ്ടും അടിപൊളി, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ അല്ലെങ്കിൽ അതിൽ ഗംഭീരമായിട്ടുള്ള ഒരു പാലോട് മേള നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ വളരെ ഗംഭീരമായിട്ട് നമ്മുടെ പാലോട് മേള ഇപ്രാവശ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അറിഞ്ഞവർ എന്തായിരുന്നാലും ഇത് അറിയാത്തവരെ കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പാലോട് മേള വന്ന് കണ്ട നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ആരും വിഷമിക്കേണ്ട. ഇന്ന് 3-ാമത്തെ ദിവസമാണ്, എങ്കിലും 10 ദിവസമുണ്ട്. അപ്പോൾ മിസ് ചെയ്യേണ്ട. എല്ലാവരും ഫാമിലിയോടൊപ്പം വന്ന് എൻജോയ് ചെയ്യുക. പാലോടിൻ്റെ ഉത്സവമായ മറ്റൊരു പാലോട് മേളയ്ക്ക് തിരിതെളിഞ്ഞിരിക്കുകയാണ്. ഫെബ്രുവരി 7-ാം തീയതി മുതൽ 16-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഈ പാലോട് മേള കഴിഞ്ഞ പ്രാവശ്യങ്ങളെപ്പോലെ തന്നെ വളരെ ഗംഭീരമായിട്ട് ഇപ്രാവശ്യവും അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ഈ ഒരു മേളയുടെ ഒരു പ്രധാന ആകർഷണം ഇതും കൂടെയാണ്, കാളച്ചന്ത. ഒരുപാട് പോത്തുകുട്ടികൾ ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ വേണ്ടി ലഭ്യമായിട്ടുണ്ട് കേട്ടോ. 63-ാമത് പാലോട് മേളയാണ് കേട്ടോ 2026 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതീക്ഷിച്ചതിലും വലിയ തിരക്കാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചത്. 7-ാം തീയതി നമ്മുടെ ടീം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ തന്നെ വന്ന് ഒരുക്കങ്ങൾ നടന്നുകൊണ്ട് ഇരിക്കുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ കുറച്ച് വിഷ്വൽസൊക്കെ വെച്ച് നമ്മൾ നോട്ടിഫിക്കേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടു കാണും എന്നും വിശ്വസിക്കുന്നു. എന്നാൽ ഈ കാണുന്നത് നമ്മുടെ 2026 ഇപ്പോൾ ലൈവായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതായത് 9-ാം തീയതിയാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ തന്നെ മേളയുടെ എല്ലാ ക്രമീകരണങ്ങളും സെറ്റായിട്ടുണ്ട്. നമുക്ക് ഒന്നും അല്ലെങ്കിൽ ഇത് കുറഞ്ഞു പോയി അല്ലെങ്കിൽ ഇത് സെറ്റായില്ല എന്ന് പറയാനുള്ള രീതിയിൽ ആയിട്ട് ഒന്നും കണ്ടിട്ടില്ല. നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് അങ്ങ് മുകളറ്റം വരെയുള്ള എല്ലാ സ്റ്റാളുകളും എല്ലാ കടകളും എല്ലാ സംരംഭങ്ങളും എല്ലാം റെഡി ആയിട്ടുണ്ട്. അമ്യൂസ്മെൻറ്റ് പാർക്ക് ഇപ്രാവശ്യം വളരെ ഗംഭീരമായിട്ട് ഈ കാണുന്ന ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സോട് കൂടി തന്നെ അമ്യൂസ്മെൻറ്റ് പാർക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുഡ് കോർട്ട്, പിന്നെ ചെറിയ ചെറിയ സ്റ്റാളുകൾ, നമുക്ക് ഇപ്പോൾ കിട്ടുന്നതും അല്ലെങ്കിൽ കിട്ടാത്തതുമായിട്ടുള്ള, അതായത് പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ, ഹോം മെയ്ഡ് സാധനങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങൾ, ഒരുപാട് സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ നമ്മൾ മേള കാണാൻ വരുന്നതിലുപരി കുറച്ച് ക്യാഷൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സാധനങ്ങളും പിന്നെ കുറേ സന്തോഷമായിട്ടൊക്കെ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റും. അതായത് ഫാമിലിയും കൂട്ടുകാരുമായിട്ടൊക്കെ കുറച്ച് സമയം നമ്മൾ പല കാര്യങ്ങൾക്ക് പോകുന്നില്ലേ, അതുപോലെ കുറച്ച് സമയം നമ്മളിവിടെ വന്ന് ഈ ഒരു ആംബിയൻസുമായിട്ട് ഒത്തിണങ്ങി നമ്മൾ കുറച്ച് നേരം അടിച്ചു പൊളിക്കുകയാണെങ്കിലേ സമയം പോണതും അറിയില്ല, പൈസ പോണതും അറിയില്ല, തിരിച്ചു പോകുമ്പോൾ കുറച്ച് സന്തോഷമായിട്ടൊക്കെ പോവാം. അപ്പോൾ അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. നമ്മളിന്ന് പരിചയപ്പെട്ടതിൽ കായംകുളം സൈഡിൽ നിന്ന് വന്ന കുറച്ച് പേരെ നമ്മൾ പരിചയപ്പെട്ടായിരുന്നു. അതുപോലെ ഒരുപാട് സ്ഥലത്തു നിന്ന് ഈ മേള കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നുണ്ട്. പാലോട് മേളയിൽ ഇത് ആദ്യമായിട്ട് ആണെന്ന് എനിക്ക് തോന്നുന്നു മത്സ്യകന്യക പ്രദർശനത്തിന് എത്തുന്നത്. ഇതിനിടയിൽ തന്നെ ഈ കൂട്ടർ തന്നെ തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് മത്സ്യകന്യകയുടെ
ഷോ നടത്തുകയുണ്ടായി. ഇതാ നമ്മുടെ പാലോട് ഇതിൻ്റെ ഷോ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഗോസ്റ്റിൻ്റെ ചെറിയ പരിപാടിയും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്താണ് ഒരു ടിക്കറ്റ് വാങ്ങുന്നത്. അപ്പോൾ അത് നഷ്ടമാകത്തില്ല. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഷോ തന്നെയാണ്. പാലോട് മേളയ്ക്ക് വരുന്ന ആൾക്കാർ ഇത് മിസ് ചെയ്യരുത്. നമ്മുടെ ഏറ്റവും മുകളിലെ ഗ്രൗണ്ടിലെ ആ സെക്ഷനിലേക്ക് വരുമ്പോൾ വലത് സൈഡിലാണ് നമുക്ക് മത്സ്യകന്യകയെ കാണാനുള്ള അവസരം അവർ ആ ഷോ ക്രമീകരിച്ചിട്ടുള്ളത്. എല്ലാവരും അതിലും കൂടെ ഒന്ന് പങ്കെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ പാലോട് മേളയിൽ കാണാൻ സാധിക്കും. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് പാലോട് മേളയുടെ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ വരുന്ന ചേഞ്ചസ് നമുക്ക് കുറച്ച് മനസ്സിലാവും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ അല്ലെങ്കിൽ അതിൽ നിന്നും ഗംഭീരമായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മുകളിലത്തെ ഗ്രൗണ്ടിൽ നമുക്ക് ഇതുപോലുള്ള ഒരുപാട് സ്റ്റോളുകൾ കാണാൻ കഴിയും. ഫുഡ് കോർട്ടുകൾ, പിന്നെന്താണ് ചെരുപ്പുകൾ വാങ്ങാം, തുണികൾ വാങ്ങാം, ഫാൻസി ഐറ്റംസ് വാങ്ങാം, കഴിക്കാനുള്ള പഴയ മിഠായി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാം. അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും. പിന്നെ വാഹന പ്രദർശനമുണ്ട്. അതായത് ഇലക്ട്രിക് സൈക്കിളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ നമുക്കിവിടെ വെച്ച് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ചോദിച്ചറിയാൻ പറ്റും. പിന്നെ പ്രദർശനത്തിനായിട്ട് ചെടികൾ, അതുപോലെ പിന്നെ കാർഷിക സാധനങ്ങളുണ്ടല്ലോ, വലിയ തേങ്ങ അങ്ങനെയൊക്കെയുള്ള നമ്മൾ കഴിഞ്ഞ പ്രാവശ്യങ്ങൾ കണ്ടിട്ടുള്ള വലിയ ചേമ്പ്, വലിയ മരിച്ചിനി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഒരു സെക്ഷനിലുണ്ടായിരുന്നു. ഗാർഡൻ ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടി ചെടികളുടെ കളക്ഷൻ കുറേ സ്ഥലത്തുണ്ടായിരുന്നു. 2-3-4 സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഫുഡ് കോർട്ട് കുറേ ഉണ്ട്. അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ മുകളിലത്തെ സെക്ഷനിൽ കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ താഴെ നമ്മൾ വിട്ടുപോയ കാര്യം, നമ്മുടെ റോഡ് സൈഡിൽ തന്നെ ഒരു സ്റ്റേജ് ഉണ്ട്. അവിടെ ചെറിയ ക്വിസ് പ്രോഗ്രാം ആയിരുന്നു ഇന്ന്. അങ്ങനെയുള്ള പരിപാടികളൊക്കെ അവിടെ ഉണ്ട്. മെയിൻ സ്റ്റേജ് വേറെ ഉണ്ട്. അവിടെ ഇന്ന് ഡാൻസ് ഉണ്ടായിരുന്നു. അതുപോലെ ലാസ്റ്റ് ദിവസം ജാസി ഗിഫ്റ്റിൻ്റെ പ്രോഗ്രാംസ് വരുന്നുണ്ട്. പിന്നെ ഇവരുടെ ഓരോ ദിവസത്തെ ഷെഡ്യൂളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവരുടെ തന്നെ ഒഫീഷ്യൽ, അതായത് പാലോട് മേള ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ടൊരു ഫേസ്ബുക്ക് പേജുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഗ്രാംസൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും കേട്ടോ. ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗംഭീരമായിട്ടുള്ളൊരു മേള, കാർഷിക വിപണന മേള. എന്തായിരുന്നാലും അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ദൂരം നടക്കാനുണ്ട്. എന്നാലും ആ നടക്കുന്ന കാഴ്ചകളൊന്നും വെറുതെ ആവില്ല. വളരെ ഗംഭീരമായിട്ട് തന്നെ ഇപ്പോൾ അത് ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, വന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. എന്നായിരുന്നാലും വരാത്ത ആൾക്കാരാണെങ്കിൽ ഇനി ദിവസങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു ദിവസം വന്ന് സംബന്ധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അറിയാത്ത കൂട്ടുകാരിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് മടിക്കരുത്, ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.